ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ റെസിപ്പീസിൻ്റെ ഡേ 3 ആണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ദോശയാണ്. അട ദോശ എന്നൊക്കെ പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് നമുക്ക് അപ്പം തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ അരിയും, ഇതിൽ 4 ടൈപ്പ് പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. ചനാദാൽ, തൂർദാൽ, ഉറുദാൽ, മൂങ് ദാൽ. ഈ 4 ടൈപ്പും 1/4 കപ്പ് വീതം ചേർത്തിട്ട് 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച മാവിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ഇന്നത്തെ ചമ്മന്തി എന്ന് പറയുന്നത് ഒരു വറുത്തരച്ച ചമ്മന്തിയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ പച്ചത്തേങ്ങയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പുളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. പുളി വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ചായ വെക്കാൻ ഉള്ള ആ സമയത്ത്, അതായത് ചായ ആവുന്ന ആ നേരം കൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് സിങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കിച്ചണും അതേപോലെ നീറ്റായിരിക്കും. അപ്പോൾ ഉള്ള പാത്രങ്ങൾ അങ്ങ് കഴുകി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശക്കല്ല് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ എടുക്കാം. നമുക്ക് സാധാരണ ദോശ പോലെ തന്നെ നന്നായിട്ട് പരത്താനും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫെർമെൻറ്റ് ചെയ്തിട്ടില്ല മാവ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഹെൽത്തി, എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതും വറുത്തരച്ച ചമ്മന്തി നല്ല കോമ്പിനേഷനുമാണ്. നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം, മുകളിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുമില്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി, ചമ്മന്തിയും റെഡിയായി. അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് മെനു നോക്കാം. വെള്ളരിക്ക മുരിങ്ങക്കായ കറിയും ബീട്രൂട്ട് തോരനുമാണ്. ഒരു കുക്കറിലേക്ക് ഞാനൊരു 1/4 കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വെള്ളരിക്ക ആയാലും കുമ്പളങ്ങ ആയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ വെള്ളരിക്കയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പീസസാക്കി മുറിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ 2 മുരിങ്ങക്കായ, ഒരു തക്കാളി അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും. ആ തേങ്ങയും പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം അത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തിള വരുന്ന ആ ഒരു രീതിയിൽ ഇതാക്കി ബോയിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ജാറ് കഴുകുമൊന്നും വേണ്ട, കാരണം നമ്മൾ സെയിം കറിയിലേക്ക് തന്നെയാണ് അത് ആഡ് ചെയ്യണത്. ജസ്റ്റ് 1-2 പൾസ് വിപ്പ് ചെയ്തെടുത്താൽ മതി. തൈര് ഒരുപാട് അങ്ങ് അടിച്ചിട്ട് ലൂസാക്കണ്ട. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ആ കറിയിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വറവിടുന്നില്ല കറിയിലേക്ക്, കാരണം ഞാൻ പപ്പടം കാച്ചുന്നുണ്ട്. ആ പപ്പടം കാച്ചി കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ തോരനിലേക്കും കറിയിലേക്കും വറവിടാറുള്ളത്. ഇനി ഞാൻ മട്ട അരി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
അരി കുറച്ച് നേരം കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുക്കറിൽ ഒരു 2 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട്. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും അരിയുടെ വേവൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. എനിക്ക് ഈ കുക്കറിൽ ഒരു 2 വിസിലടിക്കുമ്പോഴേക്കും ഒരു അരമണിക്കൂർ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത് കിട്ടാറുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ബീട്രൂട്ട് തോരനാണ്. നന്നായിട്ട് ചീവി എടുക്കാം. അതല്ല ഗ്രേറ്ററിൽ ചീവുമല്ല അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അരിഞ്ഞ ഉടനെ ഗ്രേറ്റ് ചെയ്ത ഉടനെ തന്നെ ഗ്രേറ്റർ നന്നായിട്ട് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അതിനോട് കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങ് കഴുകി മാറ്റി വയ്ക്കാം നമുക്ക് അപ്പോൾ തന്നെ. ഇനി ഒരു കുക്കറിലേക്ക് ബീട്രൂട്ടും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇടണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി ഒക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്കുള്ള അരപ്പാണ്. ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു 3 വറ്റൽമുളക്, ഒരു അരക്കപ്പ് തേങ്ങ, ഒരു പിഞ്ച് ജീരകം, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി പപ്പടം കാച്ചിയെടുക്കണം. എന്നിട്ട് വേണം തോരൻ ഉണ്ടാക്കാൻ. അപ്പോൾ പപ്പടം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ പപ്പടം കൊണ്ടുവരാറുള്ളത്. ഒരു 6 മന്ത്സ് വരെയൊക്കെ സുഖമായിട്ട് പപ്പടം കേടുകൂടാതെ ഇങ്ങനെ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് എയർ ടൈറ്റായി സീൽ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാറുണ്ട്. ഒരു കുഴപ്പവും വരാറില്ല. അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാറില്ല, കാരണം റീയൂസ് ചെയ്യാറില്ല എണ്ണ. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പപ്പടം ആദ്യം അങ്ങോട്ട് കാച്ചി മാറ്റാം. അതിനുശേഷം ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നതും കറിയിലേക്ക് വറവിടുന്നതും. അപ്പോൾ നമുക്ക് പിന്നെ എണ്ണ റീയൂസ് ചെയ്യാൻ മാത്രം എടുത്തു വെക്കേണ്ട ഒരു ഇത് വരില്ല. അപ്പം തന്നെ അങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. പപ്പടം കാച്ചി കഴിഞ്ഞ് ആ എണ്ണയിലേക്ക് നമുക്ക് വറ്റൽമുളകും കടുകും ഇട്ടിട്ട് ആദ്യം കറിയിലേക്ക് വറുത്ത് മാറ്റാം. ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ കറിയിലേക്ക് ഞാൻ വറുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഇതിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വറ്റൽമുളകും കൂടെയുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബീട്രൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ റെഡി. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇന്നത്തെ റെഡി ആയി കഴിഞ്ഞു. ഇനി കിച്ചൺ ക്ലീനിങ് ആണ്. പാത്രങ്ങളെല്ലാം കഴുകി കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് സ്റ്റവ് എല്ലാം തുടച്ച് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്തിടാം. നമുക്ക് ഇന്നത്തെ ഡിന്നർ എന്താന്ന് നോക്കാം. ചപ്പാത്തി ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആട്ട ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വയ്ക്കാം. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മാവ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ മതി. പിന്നെ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ സമയമാകുമ്പോൾ ഒന്ന് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുത്താൽ മതി. നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇന്നലെ നമ്മൾ മേത്തിര കറി ഉണ്ടാക്കിയ സെയിം പോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരുപാട് ഫ്രൈ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും, അതായത് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പിയുടെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിപ്പി ഇൻഗ്രീഡിയൻസ് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നു. അപ്പോൾ അത് ലാസ്റ്റ് എല്ലാ റെസിപ്പിയുടെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ അവസാനം. പിന്നെ നമ്മൾ മസാലയിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ നന്നായി കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്, അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. എനിക്ക് ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും നന്നായി കുതിർന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ തൂങ്ങിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഗ്രീൻ പീസ് കറി ഉപ്മാവിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല. കണ്ടോ, നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിന്നറും കൂടെ റെഡിയായി നമ്മുടെ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും നാളത്തെ റെസിപ്പീസുമായിട്ട് കാണാം. ഞാനിവിടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്, എല്ലാ റെസിപ്പിയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.